ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട്ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആധുനിക നാടകമാണ് എൻ ശശിധരൻ്റെ അടുക്കള. നമ്മൾ നാടകത്തിൽ നോക്കിയത് സ്വപ്നവാസവദത്തമായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ആധുനിക നാടകമാണ്. അടുക്കള, എൻ ശശിധരൻ്റെ അടുക്കള എന്ന ആധുനിക നാടകം. 18-ാം വയസ്സിൽ മദ്യത്തിനടിമപ്പെട്ട പുരുഷൻ്റെ ഭാര്യപദം സ്വീകരിച്ച ദേവയാനി എന്ന പെണ്ണിൻ്റെ ദുർവിധിയാണ് നാടകത്തിന് വിഷയം. പുരുഷ മേധാവിത്വം പുലർത്തുന്ന കാപഢ്യങ്ങളും കപട സദാചാരത്തിൻ്റെ വൈകൃതങ്ങളും നാടകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അകാലത്തിൽ ഭർത്താവ് മരിച്ചതുമൂലം അനാഥയായ ദേവു 3 മക്കളെ പോറ്റാൻ ശരീരം വിൽക്കേണ്ടി വന്നു. മക്കൾ വലിയവരായപ്പോൾ അമ്മ അവർക്ക് അപമാനമായി തീരുന്നു. അവരെ ഒറ്റപ്പെടുത്താനും സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്താനും മക്കൾ ആഗ്രഹിക്കുന്നു. സ്വന്തം മനസാക്ഷിയുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കാൻ ആരും തുണയില്ലെന്ന് മനസ്സിലാക്കിയ ദേവയാനി ഒരു നുറുങ്ങ് സ്നേഹം കിട്ടാതെ അടുക്കളയിൽ എരിഞ്ഞടങ്ങുന്നു. എത്രയോ സ്ത്രീജന്മം അടുക്കളയുടെ ചുമരിനുള്ളിൽ വെന്തെരിഞ്ഞുവെന്ന് ചരിത്ര സത്യങ്ങൾ ഉണർത്തുന്നതാണ് നാടകം. രംഗം 1. പ്രധാന സംഭവങ്ങൾ. അരങ്ങിൻ്റെ പകുതി ഭാഗം അടുക്കളയായും മറുപകുതി സ്വീകരണമുറിയായും ക്രമീകരിച്ചിരിക്കുന്നു. പണ്ടേ അടുക്കളയിൽ തളച്ചിടപ്പെട്ട സ്ത്രീയുടെ അതിരുത്തലുകളാണ് അടുക്കളയിൽ കാണുന്നത്. ദേവയാനി പുകയുന്ന കൊള്ളി പോലെ അവിടെ എരിപൊരി കൊള്ളുന്നു. അമ്മിക്കല്ലിൽ അരയ്ക്കുക, ആട്ടുകല്ല് കറക്കുക, അരിയുക, നുറുക്കുക ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ സ്വീകരണമുറിയിൽ നിന്ന് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കൽപ്പനകൾ പാലിക്കുന്നു. അവർക്ക് പൂമുഖത്തേക്ക് വരാൻ സ്വാതന്ത്ര്യമില്ല. സ്വീകരണമുറി പുതുതലമുറയുടെ വിഹാരരംഗമാണ്. അവർ പുതുസുഖങ്ങൾ തേടുന്നു. അമ്മ ഒരു ഭാരമായി തോന്നുകയാൽ അവരെ ഒഴിവാക്കാനുള്ള വഴികൾ ആലോചിക്കുന്നു. സ്വീകരണമുറിയിൽ രവീണ എന്ന വിദ്യാർത്ഥിനി, വിവാഹത്തിൻ്റെ പുതുമോടി കൊണ്ടാടുന്ന രജുല, അവളുടെ ഭർത്താവ് മഹേഷ്, വർക്ക്ഷോപ്പ് ജോലിക്കാരനായ ബാബു ഇവരാണുള്ളത്. ജീവിതത്തിൻ്റെ ലഹരിയിൽ മുഴങ്ങിയ അവരും അടുക്കളയിൽ തീയും പുകയും കൊള്ളുന്ന ദേവയാനിയും 2 ലോകത്തിലാണ്. സാമൂഹ്യ ജീവിതത്തിലെ വിരുദ്ധ തലങ്ങൾ രംഗത്ത് വിഭാവന ചെയ്യുന്നു. നരകം എന്ന് വിശേഷിപ്പിക്കുന്ന അടുക്കളയിൽ ദേവയാനി ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പുറം ലോകത്ത് നിന്നും അവൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പൂമുഖത്ത് രവീണയും രജുലയും ഓരോ വിനോദത്തിൽ മുഴുകിയിരിക്കുന്നു. മഹേഷ് പുറത്തു നിന്നും വരുന്നതോടെ അവരുടെ വിനോദത്തിന് കൊഴുപ്പ് കൂടുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളാകാത്ത രജുലയും മഹേഷും കൈമാറുന്ന പ്രേമ പ്രകടനത്തിൽ വിദ്യാർത്ഥിനിയായ രവീണയ്ക്കും അഭിനിവേശം തോന്നുന്നു. ഇടയിൽ ദേവു അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അവളെ ശാസിക്കുന്നു. മക്കൾ പ്രതിഷേധിച്ച് അമ്മയെ ശാസിക്കുന്നു. മഹേഷ് അതിൽ ഇടപെടുന്നു. വർക്ക്ഷോപ്പ് തൊഴിലാളിയായ ബാബു വരുന്നതോടെ മദ്യപാനവും തുടങ്ങുന്നു. എല്ലാവരും അതിൽ ആസക്തി പൂണ്ടപ്പോൾ ദേവു പുസ്തക വായനയിൽ മുഴുകുന്നു. 1-ാം രംഗം ഇങ്ങനെ സംഭവബഹുലമാണ്. 2-ാം രംഗം. ദേവയാനിയുടെ പഴയൊരു ചർച്ചക്കാരനായ DK മേനോൻ ചില ഉപജാപങ്ങളുമായി വരുന്നു. ഇനി മുതൽ അവർ മേനോൻ്റെ ജീവിതത്തിന് തുണയായി കഴിയണം. അയാൾ തുടങ്ങുന്ന പുതിയ കമ്പനിയുടെ മേൽനോട്ടം ബാബു വഹിക്കണം. മേനോൻ ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. അവിടെ കടന്നു വന്ന മഹേഷ് അയാളുടെ കപട നാടകം പൊളിക്കുന്നു. മുമ്പൊരു ഹോട്ടൽ മുറിയിൽ മേനോനുമായി സന്ധിച്ചത് ദേവുവിൻ്റെ ഓർമ്മയിൽ തെളിയുന്നു. ആ രംഗങ്ങൾ പിന്നരികിൽ അവതരിപ്പിച്ച് ദേവു അനുഭവിച്ച പീഡനത്തിൻ്റെ ചുരുൾ അഴിക്കുന്നു. രംഗം 3. ദേവയാനി അടുക്കളയിൽ നിന്ന് സ്വീകരണമുറിയിലേക്ക് വരുന്നു. അവൾ ഭാവനാലോകത്ത് വിരഹിക്കുകയും ഉല്ലാസവതിയായി അണിഞ്ഞൊരുങ്ങുകയും ചെയ്യുന്നു. ഇടയിൽ കടന്നു വന്ന വാസു അവളുടെ സ്വപ്നങ്ങൾ സഫലമാക്കുമെന്ന പ്രതീക്ഷയുണ്ട്. അവളുടെ പൂർവ്വകാല അനുഭവങ്ങൾ നിഴലും വെളിച്ചവും പോലെ അപ്പോൾ ഉണ്ടായ ഭാഷണത്തിൽ നിന്നും രൂപപ്പെടുന്നു. വാസുവിൻ്റെ ഷർട്ടിൻ്റെ കുടുക്ക് പോയത് കണ്ട് അവൾ തുന്നിക്കൊടുക്കുന്നു. ദേവും വാസുവും തമാശ പറഞ്ഞു ചിരിക്കുന്നത് കണ്ടുകൊണ്ട് രവീണയും മഹേഷും വരുന്നു. അവൾ ഒരു പുതിയ ബന്ധം കൂടിയ മട്ടുണ്ട്.
അവർ ദേവുവിൻ്റെയും വാസുവിൻ്റെയും സമീപനത്തെ സംശയത്തോടെ കാണുന്നു. രംഗത്ത് പുതിയൊരു സംഘർഷം രൂപപ്പെടുന്നു. രംഗം 4. ചെറുപ്രായത്തിൽ മദ്യപാനിയായ പുരുഷന്റെ ഭാര്യയായി തീർന്ന ദേവയാനിയുടെ മനസ്സിൽ തിങ്ങിക്കിടന്ന വേദനയും നിരാശയും വെളിപ്പെടുത്തുന്നു. കുട്ടിക്കാലത്ത് വാസുവേട്ടനെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ മോഹം സഫലമായില്ല. ഒരിക്കലെങ്കിലും വാസുവിൻ്റെ ഒപ്പം കഴിഞ്ഞ് ജീവിതം സഫലമാക്കണം എന്ന അഭിപ്രായം അയാളിൽ ആശങ്ക ഉണ്ടാക്കി. ദേവുവിന് മാനസിക രോഗമുണ്ടെന്ന് അയാൾക്ക് സംശയമുദിച്ചു. അവളെ ആശുപത്രിയിലെത്തിക്കാൻ വാസു ശ്രമം നടത്തുന്നു. തന്നെ വെറുക്കുകയും അപവദിക്കുകയും ചെയ്യുന്നവരുടെയും മുന്നിൽ ജീവൻ വെടിയാൻ ദേവയാനി തയ്യാറാകുന്നു. രംഗം 5. ആദ്യ രംഗത്തിൻ്റെ ആവർത്തനം പോലെയാണ് ദേവുവിന് പകരം രജുലയാണ് നരകത്തിൽ തള്ളപ്പെട്ടത്. അമ്മയുടെ സ്ഥാനത്തിന് മകൾ അവകാശിയായി. രവീണ മഹേഷിൻ്റെ പ്രലോഭനങ്ങൾക്ക് വശപ്പെട്ട് സുഖം അനുഭവിക്കുന്നു. പുരുഷ മേധാവിത്വം സ്ത്രീയെ അടിമപ്പെടുത്തുന്നതിൻ്റെ കഥ പിന്നെയും തുടരുന്നു. അടുക്കള എന്ന നരകത്തിൽ ഓരോ സ്ത്രീയും എറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാടകം. ഈ രംഗം 5 തീരുകയാണ്. താങ്ക് യു.